ളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് മരിച്ചു കഴിഞ്ഞു. അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ് എന്നുള്ളതാണ് കേരള സമൂഹത്തിന്റെ വികാരം. ഞങ്ങൾ കുറെ കാലമായി കേരളത്തിന്റെ പ്രതിപക്ഷം ഇവിടുത്തെ ഒരു അന്തർധാരയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതെങ്ങനെ ബി.ജെ.പിയും CPM തമ്മിൽ കൂട്ടുകൂടുമോ എന്ന് പലരും സംശയം ഉന്നയിച്ചു. പക്ഷേ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് ഈ സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ബോധ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു അന്തർധാരയുണ്ടെന്ന് ഇന്ന് കേരളീയ സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിന് ബോധ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ് ഇട്ടാൽ അതിന് ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കേസെടുക്കുന്നവർ രാഹുൽ ഗാന്ധിയെ പോലെ കേരളം വിട്ടാൽ, പിണറായി വിജയന്റെ നേതാവായിരിക്കില്ല, കേരളം വിട്ടാൽ എല്ലാ CPM-കാരടക്കം നേതൃസ്ഥാനത്ത് കാണുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയിട്ട് ഒളിച്ചുകളി നടത്തിയ ഗവൺമെന്റ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ സമ്മർദ്ദത്തിന്റെ സാഹചര്യം കാരണം അവസാനം ഒരു പ്രഹസനം പോലീസ് അന്വേഷിക്കുന്നു എന്നൊരു പ്രഹസനം ഇന്നലെ കാണിച്ചു. അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പിട്ട് അവരെ കേസെടുക്കുകയും ചെയ്തു. അയാൾ വന്ന് സറണ്ടർ ചെയ്യുന്നു. അന്നേരം ഇത് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഓരോ വേളയിലും BJPയുടെ മൃദു സമീപനം ഈ ഗവർണറെ കാണിച്ച മുഹമ്മദ് ആരിഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ച് പബ്ലിസിറ്റി വേണം, എല്ലാ ദിവസവും വാർത്തയിൽ വരണമെന്നുള്ള ചില കാഴ്ചപ്പാടുകളായിരുന്നു അദ്ദേഹത്തെ നയിച്ചതെങ്കിൽ അന്ന് തന്നെ BJPക്കാർ പറഞ്ഞാണ് വരാനിരിക്കുന്ന ആളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നത് മുതൽ സ്പഷ്ടമായി തന്നെ RSS അജണ്ട രാജ്ഭവനിൽ കൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ആ വ്യക്തിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ RSS അജണ്ട മുന്നോട്ട് പറയുന്ന ആ ചടങ്ങിൽ, ആ പുസ്തക പ്രകാശനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ ഈ അന്തർധാര എന്നുള്ളത്, ഈ ബന്ധം എന്നുള്ളത്. അതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ കേസെടുക്കാത്തത്. ഇനി അങ്ങോട്ട് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വോട്ട് വർധന ഉണ്ടാകും. അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കിന് അത് വീണ്ടും ഒരു 4-5% കുറയും. എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അത് വളരെ ബോധ്യപ്പെടുന്ന കാര്യമുണ്ട്. അത് CPM-മായിട്ടുള്ള ധാരണ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള അവരുടെ വികാരം UDF പ്രവർത്തകർക്കുള്ളതുപോലെ തന്നെ ശക്തമായ വികാരം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ അവർ BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അത് പിണറായിയെ സഹായിക്കാനാണ്. കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിലേക്കേ അത് എത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുക. BJP നേതാക്കന്മാർ ശ്രമിക്കാൻ പോകുന്ന ഒന്നെങ്കിൽ BJPയിലേക്ക് അല്ലെങ്കിൽ BJPയുടെ കേഡർ വോട്ടുകൾ CPM-ലേക്ക് എന്ന തന്ത്രവുമായി പോകുമ്പോൾ അതിന്റെ പ്രവർത്തകരും സാധാരണ ഇലക്ടറേറ്റിനെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ താഴെ ഇറക്കണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തേ പറ്റൂ.